ഞങ്ങളുടെ ജാതകം നന്നായിട്ട് പരിശോധിച്ചോ? നന്നായി പരിശോധിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഫലം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ജാതകത്തിൽ അതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ജോത്സ്യനെ കൊണ്ട് വേണമെങ്കിലും ഇവരുടെ ജാതകം പരിശോധിപ്പിക്കാം. ഏത് ജോത്സ്യൻ പരിശോധിച്ചാലും ഫലം ഇത് തന്നെയാവും. ഋഷിക്ക് അകാല മൃത്യു ഉണ്ടാവും. ഗോപിക വിധവയാണ്. ഗോപിക ഗോപു 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 മോളെ 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 ഗോപു ഗോപു കരയില്ലടാ ഗോപു എന്താടാ ചേച്ചി ഋഷി സാറിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടുപോയി. പക്ഷെ ഞാൻ കാരണം സാറിന് മരണം ഉണ്ടാകുമെന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്യാ ചേച്ചി? മോളെ സമാധാനിക്ക്. ഇങ്ങനൊരു വിധി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ എങ്ങനെ സമാധാനിക്കും ചേച്ചി? ഇതിനിപ്പോ എന്താ പ്രതിവിധി? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇഷ്ടം അമ്മയെ വിളിച്ച വിവരം പറയാം. ഗോപു ഗോപു ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. അമ്മ എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. പറ. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നേ? ഗോപിക ഒരു സ്നേഹബന്ധത്തിൽ പെട്ടുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഫോൺ അവൾക്ക് കൊടുത്തേ. കൊടുക്കാം. മോളെ സംസാരിക്കും അമ്മ. വാങ്ങു ഗോപു. മോളെ മനുഷ്യന് ആഗ്രഹങ്ങൾ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് വാശി പിടിച്ചാ എങ്ങനെയാ ശരിയാവുക? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ഈശ്വരൻ മറ്റൊന്ന് നടത്തുന്നു. ഇത് വിധിയാണ് മോളെ. വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കില്ല. നീ അത് ഉൾക്കൊള്ളണം. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വലുത് ഋഷി സാറിന്റെ ജീവിതം. അമ്മ ഋഷി സാറിന് ആപത്തുണ്ടാവുന്നൊന്നും ഞാൻ ചെയ്യില്ലമ്മ. അമ്മ ഫോൺ വെച്ചു, പിന്നീട് സംസാരിക്കും. മോളെ
എന്താ ഗോപി ചെയ്ത്? നീ എന്തിനാ എന്നോട് അകൽച്ച കാണിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നേന്ന്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഈ ജാതകത്തിലും വിധിയിലും ജോൾസിന്റെ പ്രവചനത്തിലും ഒന്നും ഒരു വിശ്വാസമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്ക് തന്നെ വേണം. എനിക്ക് താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഋഷി സാർ, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഋഷിയില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. ഋഷി, ഹലോ 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 ഋഷി, ഋഷി. നീ എന്ത് തോന്നിയാസായി വിളിച്ചു പറയുന്നേ? തോന്നിയാസൊന്നുമല്ല, ഞാനിത് കാര്യമായിട്ട് തന്നെ. എന്ത് കാര്യം? എന്ത് കാര്യമെന്ന്? എന്താ 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 പ്രശ്നം? ഇവൻ ആ ഗോപിയോട് പറയാ, ഇവനും ഗോപിയും തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിൽ ഇവൻ വല്ല കടുങ്കയും ചെയ്യുമെന്ന്. നീ എന്തൊക്കെയാടാ മോനെ പറയുന്നേ? പാരമ്പര്യമായി ശാസ്ത്രങ്ങളും വിധികളും മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന കുടുംബമായത്. ഇവിടെ ജാതകം നോക്കിയിട്ടല്ലാതെ ആരുടെയും വിവാഹം നടത്താറില്ല, നടത്തിയിട്ടുമില്ല. എന്തിനാ വെറുതെ ഒരു പരീക്ഷണം? ജാതകം നിസ്സാരമൊന്നുമല്ല, അത് കൃത്യമായ കണക്കാ. അത് അവഗണിച്ച് വിവാഹം നടത്താൻ സാധിക്കില്ല. നീ അത് മനസ്സിലാക്കണം. വെറുതെ എടുത്തേട്ടാൻ കാണിക്കരുത്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗോപികയെ തന്നെയായിരിക്കും. എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഋഷി, ഋഷി നിക്ക് മോനെ. ഏയ് ഋഷി, ഋഷി വാതിൽ തുറക്കടാ. ഋഷി, ഇത് തന്നെയാണ് പറ്റിയ തക്കം. നീ വാ, നമുക്ക് ആ പെൻഡ്രൈവ് എടുക്കാം. വാ, നടക്ക. നോക്കവിടെയാണ്. കിട്ടി, കിട്ടി. ഇത് തന്നെയാണോ? ഇത് തന്നെയാണ്. അവന്റെ കയ്യിൽ നിന്ന് പെൻഡ്രൈവിന് ഇതേ കളറായിരുന്നു. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നീ വാ, നടക്ക. ആരുമില്ല. ഇതിനകത്തൊന്നുമില്ലല്ലോ. ഇതിനകത്തുണ്ടായിരുന്ന ഡേറ്റ് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. നീ എന്ത് ചെയ്യും? സൂക്ഷിച്ചു. അമ്മേ, അമ്മേ, ഞങ്ങൾ പാർക്കിൽ പോയിട്ട് വരട്ടെ. പോയിട്ട് വാട്ടോ. ചെറിയ ചൂടുണ്ടല്ലോ. ചൂടോ? പിന്നെ ഒന്നുമില്ല. ഉണ്ട്, ചെറിയ ചൂടുണ്ട്. പനിയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു.
ഇന്നിപ്പോ എന്തായാലും പാർക്കിൽ പോണ്ട. എനിക്ക് പാർക്കിൽ പോണം, എനിക്ക് മാലകെ കാണണം, മാലക അവിടെ വരും. കുട്ടാ പനിക്കണോണ്ടല്ലേ അമ്മ പോണ്ടെന്ന് പറയുന്നേ. എനിക്ക് പാർക്കിൽ പോണം അമ്മ, എനിക്ക് മാലാകെ കാണണം. കുട്ടാ പറയുന്ന കേക്ക്. എനിക്ക് കാണണം അമ്മ, മാലാകെ കാണണം. പനി ആയോണ്ടല്ലേ അമ്മ പറയുന്നേ. ഇല്ല പറ്റില്ല പനി പറ്റില്ല മാറിയിട്ട് പറ്റില്ല, എനിക്ക് പോവാം. പോയേ പറ്റൂ. ഓ, ശരി പോയിട്ട് വാ, ആ, പക്ഷെ പെട്ടെന്ന് തിരികെ വരണം. ആ, ആ. അപ്പൊ പോയിട്ട് വേഗം തിരികെ കൊണ്ടുവരണം കേട്ടോ. ചെല്ല്, ബാ അമ്മ. സൂക്ഷിക്കണം. ഓക്കെ ബൈ. അയ്യോ, സ്കൂളിലെത്താൻ സമയമായല്ലോ. എന്ത് ചെയ്യും? ടിഫിൻ ബോക്സ് അവിടെ വെച്ചിട്ട് പോവാം. ഇത് പതിവ് സ്ഥലല്ലേ, അപ്പോൾ ഇതെടുത്ത് കുട്ടന് കൊടുത്തോളും. നല്ല ട്രെയിനില്ല മാമ. മാലാഖ എവിടെ പോയി? മാലാഖ എവിടെ പോയി അമ്മ? ഇന്ന് വന്നില്ലേ? കുട്ടാ നോക്കിക്കേ, നിനക്ക് കഴിക്കാനുള്ള ആഹാരം ഇരിക്കുന്നത്. അപ്പൊ മാലാഖ വന്നിട്ടുണ്ട്. മാലാഖ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ആണോ? കുട്ടൻ വാ, ആദ്യം നമുക്ക് ആഹാരം കഴിക്കാം. വാ. എടുത്ത് കഴിക്ക്, കഴിക്ക്. മാലാഖ കണ്ടില്ലല്ലോ മാമ. കഴിക്ക്. മാലാഖ എവിടെയാ? മാലാഖ വരും. മാമ എനിക്ക് മാലാഖ കാണണം. മാലാഖ വരട്ടെ കുട്ടാ. മാലാഖ കാണണം മാമ. കഴിക്കു കുട്ടാ. എനിക്ക് മാലാഖ കാണണം, എനിക്ക് മാലാഖ കാണണം. മാലാഖ വരും കുട്ടാ. പോ. ആ കുട്ടി ഇത് എവിടെ പോയി? ഈ ബഹളം നിർത്താൻ ഞാൻ എന്താ ചെയ്യാം? പോ മാമ, മാലാഖ കാണണം. കുട്ടാ, നമുക്കേ പന്ത് കളിക്കാം. കുട്ട കളിച്ച് വാ. ഇത് കളിച്ചു കഴിയുമ്പോ മാലാഖ വരും. വാ. ഞാൻ അടിക്കട്ടെ. അയ്യോ അയ്യോ കുട്ടാ. എന്തിനാ കരയുന്നേ? എന്റെ ബോള് പൊട്ടി, എനിക്ക് വേറെ ബോള് വേണോ? കുട്ടാ, എനിക്ക് ബോൾ എന്താ? എന്താ കുട്ടാ? എന്തിനാ കരയണേ? എന്ത് പറ്റി? എന്റെ ബോള് പോയി മാമ, എന്റെ ബോളിക്ക് വേണം. അത് പോട്ടെ, എനിക്ക് വേറെ ബോൾ നമുക്ക് വേറെ ബോൾ വാങ്ങാം. വാങ്ങിച്ചു താ മാമ, താ
പറയുന്ന കേക്ക് കുട്ടാ. എനിക്ക് ബോള് വേണം, എനിക്ക് ബോള് വേണം. അവൻ താ, ബോള് താ. എന്റെ ബോള് താ. സോറി മാഡം, എന്റെ ഇവൻ ബോള് അറിയാതെ. താ, എനിക്ക് താ. ഇയാള് പ്രായവും പക്വതയുള്ള ആളല്ലേ, പിന്നെന്താ ഇങ്ങനെ? അത് മാഡം, ഇവന് മാനസികമായി ഇത്തിരി കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ്. ഇയാളോ? ഞാൻ സിദ്ധുവിന്റെ കെയർ ടേക്കറാണ്. സിദ്ധുവിനെ നോക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ വീട്ടുകാർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദിവസവും ഞാൻ സിദ്ധുവിനെ പാർക്കിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് കുറച്ചു നേരം ഞങ്ങൾ ഇതിനകത്ത് കളിക്കും. തിരിച്ചു പോകാറാവുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയും. ഡ്രൈവർ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇന്നത്തെ കളികളൊക്കെ കഴിഞ്ഞു? ഇനി ഏതായാലും ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, ഡ്രൈവറോട് വരാൻ പറയാം. ഏയ് അത് വേണ്ട, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. കാറിൽ കയറിക്കോ. വേണ്ട മാഡം, അത് മാഡത്തിന് ബുദ്ധിമുട്ടാവും. ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഇയാളെ വിളിച്ച് കയറിക്കോ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് പുതിയ പന്ത് വേണം. എനിക്ക് പന്ത് വാങ്ങി തന്നെ പറ്റൂ. എനിക്ക് വാങ്ങി വേണം. എന്റെ ബോള് താ, എന്റെ ബോള് താ. കരയണ്ട, ഞാൻ ബോള് വാങ്ങിത്തരാം. വാങ്ങിത്തരോ? ആ വാങ്ങിത്തരാം. ആ. വാ വണ്ടി കയറി. വാ വാ അമ്മ. ആ കഴിക്കാം. കയറി. ശരി. കയറി. മോളെ, നീ ഇങ്ങനെ എത്ര നേരം കരയും? എത്ര നാള് കരയും? നിർത്താതെ കരഞ്ഞതുകൊണ്ട് വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കോ? അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കാതെ നോക്ക്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. മോള് പോയി കണ്ണും മുഖമൊക്കെ തുടച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക. ഗോപു മോളെ, മനസ്സ് തകർക്കരുത്. മനസ്സ് തളർന്നു പോയാ പിന്നെ ജീവിതം ആകെ താളം തെറ്റിയതുപോലെയാവും. അതുകൊണ്ട് മെല്ലെ ഈ വിഷമത്തിൽ നിന്ന് നീയായിട്ട് തന്നെ പുറത്തു വരണം. ചേച്ചി ചേച്ചി ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഋഷി സാറ് കുറച്ചു മുന്നേ എന്നെ വിളിച്ചിരുന്നു. ഞാനായിട്ട് ഇനി സാറിനോടൊന്ന് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കോൾ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ സാർ എന്നെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ സാറിനെ അവോയ്ഡ് ചെയ്യാണെന്ന് സാറിന് മനസ്സിലായി. ഞാനില്ലാതെ സാറിന് ജീവിക്കാനാവില്ലെന്നും ഞങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ സാർ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ മനസ്സിന്റെ നിലവിട്ട അവസ്ഥയിലാ ഞാൻ. സാർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഉള്ള സങ്കടം ഇരട്ടിയായിപ്പോയി. അതെ, നിന്നെ കിട്ടില്ല എന്ന് കരുതി ഋഷി ആത്മഹത്യ ചെയ്യൊന്നുമില്ല. അവൻ ആത്മഹത്യ ചെയ്യാതെ അഞ്ജിത നോക്കിക്കോളും. അതുകൊണ്ട് ആ ടെൻഷൻ നിനക്ക് വേണ്ട. പിന്നെ ഋഷിയെ കിട്ടിയില്ല എന്ന് കരുതി നീ അഞ്ജിതയുടെ ജീവിതം തകർക്കാൻ ഇറങ്ങിയ ഇവിടുത്തെ മച്ചില് 2 ശവങ്ങൾ തൂങ്ങും. എന്റെയും അഞ്ജിതയുടെയും. ഓർത്തോ നീ? ദേവികെ, നീ ഇവിടെ ഒന്ന് ഉപദേശിക്ക്.
സിദ്ധാർത്ഥനെ ഇതുവരെ കൊണ്ടാക്കിയിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കാണാതെ പോകുന്നത് മര്യാദയല്ലല്ലേ? ഞാൻ വീട്ടിലേക്ക് വരുന്നത് സിദ്ധാർത്ഥന് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. എനിക്ക് പുതിയ ഫുട്ബോൾ വേണ്ട നാളല്ലേ? വാ അമ്മേ, അച്ഛാ, അമ്മേ, അമ്മേ, അമ്മേ. എന്താടാ എന്തു പറ്റി? എന്താടാ എന്തു പറ്റി? നീ പെട്ടെന്ന് പോന്നോ? ഇവിടുന്ന് കാർ അയച്ചില്ലല്ലോ, പിന്നെങ്ങനെ വന്നു?